പോപ്പുലർ ആയിട്ടുള്ള ഒരു പഴയകാല ക്ലാസിക് ഗെയിമാണ് ഹാങ്മാൻ എന്ന് പറയുന്ന ഒരു ഗെയിം. സോ അത് എങ്ങനെ പൈത്തൺ ഈ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹാങ്മാൻ ആക്ച്വലി ഒരു വീഡിയോഗ്രാഫിക്കൽ ഗെയിമൊന്നുമല്ല, ജസ്റ്റ് സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്ലാസിക്കലായിട്ട് പഴയ കാലത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗെയിമാണ് ഹാങ്മാൻ എന്നുള്ളത്. സോ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസറിനോടൊരു ലെറ്റർ ഗസ് ചെയ്യാൻ പറയും. അതായത് കമ്പ്യൂട്ടറിൻ്റെ മനസ്സിൽ ഒരു വേർഡ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ട് കളിക്കണം, ഫ്രണ്ടിനോട് ഒരു വേർഡ് ആലോചിക്കാൻ പറയുന്നു. ദെൻ നിങ്ങൾ ഒരു ലെറ്റർ പറയും. ആ ലെറ്റർ ആ വേർഡിനകത്തുള്ളതാണെങ്കിൽ ആൾക്ക് അതിനകത്ത് വിൻ ചെയ്ത ചാൻസ് കൂടും. ഇല്ലാത്ത ലെറ്റർ ആണെങ്കിൽ ആളുടെ ലൈഫ് ഒരെണ്ണം പോകും. അപ്പോൾ 6 ലൈഫാണുള്ളത്. അതായത് നമ്മുടെ ബോഡി പാർട്സ്, നമ്മുടെ ഹെഡ്, 2 കൈകൾ, നമ്മുടെ ബോഡി, നമ്മുടെ ലെഗ്സ്, അങ്ങനെ മൊത്തം 6 ബോഡി പാർട്സ്, അങ്ങനെ 6 ലൈഫാണുള്ളത്. സോ ഓരോ ലൈഫ് കുറയുന്നതിനനുസരിച്ച് ഇങ്ങനെ നമ്മുടെ ബോഡി ഇങ്ങനെ തൂങ്ങി വരും. അതായത് ഹാങ്മാൻ്റെ ബോഡി തൂങ്ങി വരും. ആ ഒരു മാനിനെ അല്ലെങ്കിൽ ആ ഒരു ആളെ ഹാങ് ചെയ്യാതെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗെയിമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഈ കളിക്കുന്ന സമയത്ത് ലാപ്ടോപ്പിൽ വഴി നമ്മളോട് ചോദിക്കും, യൂസറിനോട് ഒരു ലെറ്റർ അടിച്ചു കൊടുക്കാൻ പറയും. ഇപ്പോൾ ഒരു ഗസ്റ്റ് ഒരു ലെറ്റർ അടിച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് വരും. സോ നമ്മൾ അടിച്ചു കൊടുക്കുന്ന ലെറ്റർ മാച്ചിങ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ആണ് എങ്കിൽ അവിടെ പ്രശ്നമൊന്നുമില്ല, അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോകും. അല്ല എങ്കിൽ ഒരു മനുഷ്യൻ അവിടെ തൂങ്ങി വന്നുകൊണ്ടിരിക്കും. ദെൻ ലാസ്റ്റ് 6 ചാൻസാണ് ഒരാൾക്കുള്ളത്. ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം. അപ്പോൾ എന്നോടൊരു ലെറ്റർ അടിച്ചു കൊടുക്കാൻ പറഞ്ഞു വരുവാണ്. സോ ഞാനിവിടെ ഇസ്ര അടിച്ചു കൊടുത്തപ്പോൾ ഇവിടെ ഒരു ഇമേജ് വന്നു. അതായത് ഇനി നമുക്ക് ലൈഫ് ഉള്ളത് 5 എണ്ണമാണ്. 5 ലൈഫാണുള്ളത്. സോ ഹാങ്മാൻ്റെ ഒരു ഹെഡ് അവിടെ ഹാങ്ങായി തുടങ്ങി. ദെൻ വീണ്ടും ലെറ്റർ അടിച്ചു കൊടുക്കാൻ പറഞ്ഞു വന്നു. ഇനി നമുക്ക് 5 ചാൻസും കൂടിയാണ് ഉള്ളത്. ഞാനിവിടെ എ കൊടുത്തു. സോ എ അതിനകത്തുണ്ട്, അതുകൊണ്ട് തന്നെ ലൈഫ് കുറഞ്ഞിട്ടില്ല. നമുക്ക് ലൈഫ് അവിടെ സ്റ്റില്ലായിട്ട് 5 അതിനുണ്ട്. ഹാങ്മാന് വേറെ പ്രശ്നമൊന്നുമില്ല, ഹെഡ് മാത്രമാണ് ഇപ്പോൾ ഹാങ് ആയിട്ട് നിൽക്കുന്നത്. ഞാൻ വീണ്ടും പി അടിച്ചപ്പോൾ പി അതിനകത്തില്ല. സോ അതുകൊണ്ട് തന്നെ 4 ചാൻസും കൂടിയാണ് ഇനിയുള്ളത്. സെൻട്രൽ ബോഡി പാർട്സ് എല്ലാം അവിടെ ഹാങ് ആയി വന്നിട്ടുണ്ട്. ദെൻ വീണ്ടും അടുത്ത ലെറ്റർ അടിച്ചു. ഇനി 4 ചാൻസും കൂടിയാണുള്ളത്. ഞാനിവിടെ എൻ അടിച്ചപ്പോൾ ഓക്കെയാണ്, അതുകൊണ്ട് തന്നെ ഹാങ്മാന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് 4 ചാൻസ് തന്നെയാണുള്ളത്. ഞാൻ ടി അതിനകത്തുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഹാങ്മാന് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ജി അടിച്ചപ്പോൾ ഹാങ്മാൻ അതിനകത്തില്ല. ഇനി നമുക്ക് 3 ചാൻസും കൂടിയാണുള്ളത്. സോ ഞാനിനി അടിച്ചു. ഓക്കെ, അതിനകത്തുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഹാങ്മാന് വേറെ പ്രശ്നമില്ല. നമുക്കിനി 3 ചാൻസും കൂടിയാണുള്ളത്. ഞാൻ ടി അതിനകത്തുള്ളതാണ്, വേറെ പ്രശ്നമില്ല. ഞാൻ ബി അതിനകത്തില്ല. ഇനി നമുക്ക് 2 ചാൻസും കൂടി ഉള്ളൂ. ഞാൻ ഐ അതിനകത്തില്ല. ഇനി 1 ചാൻസും കൂടി ഉള്ളൂ. ഇനി ഒരു കാലും കൂടിയാണ് ഹാങ് ആവുന്നുള്ളൂ. അതും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിം ഓവറാവും. ഞാൻ 6 അടിച്ചു. ഓക്കെ, 6 അതിനകത്തുണ്ട്. ഇനി 1 ചാൻസും കൂടി, ഈ ഒരു ബ്ലാങ്ക് സ്പേസും കൂടി ഫില്ലായിട്ടുണ്ടെങ്കിൽ ഗെയിം വിൻ ചെയ്യും. പക്ഷേ നമുക്കിനി 1 ചാൻസും കൂടി ഉള്ളൂ. ഞാൻ എക്സ് അടിച്ചപ്പോഴത്തേനും ഗെയിം, നമ്മുടെ ലൈഫ് 0 ആയി. ഗെയിം അവിടെ ഓവറായി, നമ്മൾ ലൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ മെസ്സേജ് വന്നു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഗെയിം തോറ്റിരിക്കുകയാണ്. സോ ഈ രീതിയിലാണ് ഗെയിം കളിക്കുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഡി അടിച്ചു, ഹാങ് ആയി തുടങ്ങി. നമുക്കിനി 5 ചാൻസും കൂടി ഉള്ളൂ. അത് ഉത്തരം തെറ്റായിരുന്നു. ഞാനിവിടെ എ കൊടുത്തു. ആ ഉത്തരം ശരിയാണ്. സോ വേറെ പ്രശ്നമല്ല, 5 ചാൻസിനുണ്ട്. ദെൻ പി അടിച്ചപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബ്ലാങ്ക് സ്പേസ് കൂടി ഫില്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗെയിം വിൻ ചെയ്യാൻ പറ്റും. സോ ഞാൻ കെ അടിച്ചു, അത് തെറ്റാണ്. നമുക്കിനി 4 ചാൻസും കൂടി ഉള്ളൂ. സോ ഞാൻ ക്യൂ അടിച്ചു, ക്യൂ തെറ്റാണ്, ഹാങ് ആയി തുടങ്ങി. ദെൻ ഇനി 3 ചാൻസും കൂടി ഉള്ളൂ. എസ് അടിച്ചു, എസും തെറ്റാണ്, 2 ചാൻസും കൂടി ഉള്ളൂ. ഡബ്ല്യു അടിച്ചു, ഇനി 1 ചാൻസും കൂടി ഉള്ളൂ. നമുക്ക് 2 എണ്ണം കൂടി വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. സോ ഞാൻ അടിച്ചു. സോ അത് ഓക്കെയാണ്. ഇനി 1 ചാൻസും കൂടിയാണുള്ളത്. 1 ലൈഫും കൂടി ഉള്ളൂ. അതുപോലെ തന്നെ ഒരു ആൻസർ കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ വിൻ ചെയ്യും. സോ എല്ലായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. സോ അടിച്ച് കഴിയുമ്പോൾ ആ ഔട്ട്പുട്ട് വിൻ വന്നു. ദെൻ ഗെയിം അവിടെ ഫിനിഷായി. യു വിൻ, ഗെയിം ഓവർ എന്നുള്ള രീതിയിൽ മെസ്സേജ് വന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഹാങ്മാൻ വരുന്നത്. സോ ഇവിടെ ഹാങ് ആയിട്ടില്ല. ഹാങ് ആവുന്നതിന് മുമ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അതോടുകൂടി നമ്മൾ ഗെയിം ജയിച്ചു. സോ ഈ ഒരു ഗെയിമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഹാങ്മാൻ്റെ ഈ ഒരു ഗെയിമാണ് നമ്മൾ പൈത്തൻ്റെ സ്ക്രിപ്റ്റ് വഴി ഡെവലപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കാം, എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് എടുത്തു നോക്കാം. സോ ആ ഒരു ഗെയിമിംഗ് സെക്ഷനിൽ നമുക്ക് കാണാം. ബൈ.